ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് വിജയുടെ അമ്മ എന്നതിലുപരി സ്വപ്രയത്നം കൊണ്ട് തമിഴ് സിനിമയിൽ സ്വന്തം ഇടം കണ്ടെത്തിയ ഒരു ബഹുമുഖ പ്രതിഭയെക്കുറിച്ചാണ്. ശോഭാ ചന്ദ്രശേഖറിന്റെ കരിയർ ആരംഭിക്കുന്നത് സംഗീതത്തിലൂടെയാണ്. സിനിമയിലെത്തുന്നതിന് മുൻപ് അവർ ലളിത സംഗീത ട്രൂപ്പുകളിൽ സജീവമായിരുന്നു. തമിഴ്നാട്ടിലെ നിരവധി വേദികളിൽ തന്റെ മധുര ശബ്ദം കൊണ്ട് അവർ ആസ്വാദകരെ കയ്യിലെടുത്തു. ഈ സംഗീത പാരമ്പര്യമാണ് പിന്നീട് അവരെ വെള്ളിത്തിരയുടെ പിന്നണിയിലേക്ക് എത്തിച്ചത്. തമിഴ് സിനിമയിലെ പ്രശസ്തമായ ഇരുമലർകൾ എന്ന ചിത്രത്തിലൂടെയാണ് അവർ പിന്നണി ഗായികയായി അരങ്ങേറ്റം കുറിക്കുന്നത്. മഹാരാജ ഒരു മഹാറാണി എന്ന് തുടങ്ങുന്ന ആ ഗാനം ഇന്നും പഴയകാല സംഗീത പ്രേമികളുടെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. പിന്നീട് 12-ലധികം സിനിമകളിൽ അവർ തന്റെ ശബ്ദം നൽകി. സംഗീതത്തോടുള്ള ഈ ആത്മബന്ധം 2003 വിജയ് ടിവിയിലൂടെ പുറത്തുവന്ന സമർപ്പണം എന്ന പരിപാടിയിലൂടെ ലോകം വീണ്ടും കണ്ടു. ക്ലാസിക്കൽ സംഗീതത്തിന് പ്രാധാന്യം നൽകിയ ഈ പ്രോഗ്രാം ശോഭയുടെ സംഗീത ജ്ഞാനത്തെ വിളിച്ചോതുന്നതായിരുന്നു. ഗായിക എന്നതിലുപരി സിനിമയുടെ തിരക്കഥാ ലോകത്തും ശോഭ തന്റെ സാന്നിധ്യം അറിയിച്ചു. പ്രശസ്ത സംവിധായകൻ എസ് ചന്ദ്രശേഖറുമായുള്ള വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സിനിമകളുടെ ആണിക്കല്ലായി ശോഭ മാറി. കേവലം ഒരു ഭാര്യ എന്ന നിലയിൽ ഒതുങ്ങിക്കൂടാതെ അദ്ദേഹത്തിന്റെ സിനിമകൾക്ക് വേണ്ടി കഥകൾ എഴുതാൻ അവർ സമയം കണ്ടെത്തി.